ഓം വിഘ്നേശ്വരായ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം വാഗ്ദേവതായേ നമഃ. അധ്യാത്മരാമായണം യുദ്ധകാണ്ഡത്തിൽ നിന്ന് സേതുബന്ധനം ആണ് പാരായണം ചെയ്യുന്നത്. അർത്ഥവും ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. തൽക്കാലമർക്കകുലോത്ഭവൻ രാഘവനർക്കാത്മജാതി കവിവരന്മാരോടും രക്ഷോവരനാം വിഭീഷണൻ തന്നോടും ലക്ഷ്മണനോടും വിചാരം തുടങ്ങിനാൻ. എന്തുപായം സമുദ്രം കടപ്പാനെന്ന് ചിന്തിച്ചു കൽപ്പിക്ക നിങ്ങളെല്ലാരുമായി എന്നരുൾ ചെയ്തതു കേട്ടവരേവരും ഒന്നിച്ചുകൂടി നിരൂപിച്ചു ചൊല്ലിനാർ. ദേവപ്രവരനായൊരു വരുണനെ സേവിക്ക വേണമെന്നാൽ വഴിയും തരും എന്നതു കേട്ടരുൾ ചെയ്തു രഘുവരൻ. നന്നതു തോന്നിയതങ്ങനെ എന്ന് തന്നെയെന്നർണവതീരെ കിഴക്കു നോക്കി തൊഴുതർണോജലോചനാകിയ രാഘവൻ ദർഭ വിരിച്ചു നമസ്കരിച്ചിടിനാൻ. അത്ഭുത വിക്രമൻ ഭക്തി പൂണ്ടത്രയും മൂന്നഹോരാത്രമുപാസിച്ചിതിങ്ങനെ മൂന്നു ലോകത്തിനും നാഥനാമീശ്വരൻ ഏതുമിളകീല വാരിതിയും അതിക്രോധേന രക്താന്തനേത്രനാം നാഥനും കൊണ്ടുവാ ചാപബാണങ്ങൾ നീ ലക്ഷ്മണ കണ്ടുകൊണ്ടാലും മമ ശരവിക്രമം. ഇന്നു പെരുവഴി നീളുന്നതല്ലെങ്കിൽ അർണവം ഭസ്മമാക്കി ചമച്ചിടുവൻ. മുന്നം മതീയ പൂർവന്മാർ വളർത്തതും ഇന്നു ഞാനില്ലാതെയാക്കുവാൻ നിർണയം. സാഗരം എന്നുള്ള പേരും മറന്നുള്ളിൽ ആകുലമെന്നിയേ വാഴുകില്ലെന്നുമേ നഷ്ടമാക്കിയിടുവൻ വെള്ളം. കവികുലം പുഷ്ടമോദം പാദചാരേണ പോകണം എന്നരുൾ ചെയ്തു വില്ലും കുഴയെ കുലച്ചർണാവത്തോടരുൾ ചെയ്തു രഘുവരൻ. സർവഭൂതങ്ങളും കണ്ടുകൊള്ളേണമെൻ ദുർവാരമായ ശിലി മുഖവിക്രമം ഭസ്മമാക്കിയിടുവൻ വാരാനിധിയെ ഞാൻ. വിസ്മയമെല്ലാവരും കണ്ടു നിൽക്കണം. ഇത്തം രഘുവരൻ വാക്കു കേട്ട നേരം വൃത്തിരുഹങ്ങളും കാനനജാലവും പൃഥ്വിയും കൂടെ വിറച്ചു ചമഞ്ഞിതു. മിത്രനും മങ്ങി നിറഞ്ഞു തിമിരവും അബ്ദിയും ശോഭിച്ചു വിട്ടാൽ കവിഞ്ഞു വന്നുത്തങ്കമായ തരംഗാവലിയോടും ആസ്ത്രങ്ങളായി പരിതപ്തങ്ങളായി വന്നിതത്യുഗ്ര നിശാദ്യങ്ങളും അപ്പോൾ ഭയപ്പെട്ടു ദിവ്യരൂപത്തോടും അപ്പതി ദിവ്യാഭരണ സമ്പന്നനായി പത്തുദിക്കും നിറഞ്ഞോരു കാന്ത്യാ നിജഹസ്തങ്ങളിൽ പരിഗൃഹ്യ രത്നങ്ങളും ചിത്രസ്ഥനായി രാമപാദാന്തികേ വച്ചു സത്രപം ദണ്ഡ നമസ്കാരവും ചെയ്തു രക്താന്തലോചനാക്കിയ രാമനെ ഭക്ത്യാ വണങ്ങി സ്തുതിച്ചാൽ പലതരം. ത്രാഹിമാം ത്രൈലോക്യപാലക ത്രാഹിമാം വിഷ്ണോ ജഗൽപദേ ത്രാഹിമാം പൗലസ്യ നാശന ത്രാഹിമാം രാമ രഘുപതേ രമാപതേ. ആദികാലേ തവ മായാ ഗുണവശാൽ ഭൂതങ്ങളെ ഭവാൻ സൃഷ്ടിച്ചതു നേരം
സ്ഥൂലങ്ങളായുള്ള പഞ്ചഭൂതങ്ങളെ കാലസ്വരൂപനാകും നിന്തിരുവഴി സൃഷ്ടിച്ചതേറ്റം ജഡസ്വഭാവങ്ങളൈക അഷ്ടമതാർക്കു നീക്കാവൂ തവ മതം. പിന്നെ വിശേഷിച്ചതിലും ജഡത്വമായി തന്നെ ഭവാൻ പുരനെന്നെ നിർമ്മിച്ചതും മുന്നേ ഭവൻ നിയോഗ സ്വഭാവത്തെ നന്യതാ കർത്തുമാരുള്ളതു ശക്തരായി താമസോത്ഭൂതങ്ങളായുള്ള ഭൂതങ്ങൾ താമസശീലമായി നന്നെ തന്നെ വരൂ വിഭോ. താമസമല്ലോ ജഡത്വമാകുന്നതും കാമലോഭാദികളും താമസഗുണം. മായാരഹിതനായി നിർഗുണനായ നീ മായാഗുണങ്ങളെ അംഗീകരിച്ചപ്പോൾ വൈരാജനാമാവാനായി ചമഞ്ഞു ഭവാൻ കാരണപുരുഷനായി ഗുണാത്മാവുമായി. അപ്പോൾ വിരാട്ടിങ്കൽ നിന്ന് ഗുണങ്ങളാൽ ഉൽപ്പന്നരായത് ദേവാദികൾ തഥാ തത്ര സത്വത്തിങ്കൽ നിന്നല്ലോ ദേവകൾ തദ്രജോഭൂതങ്ങളായി പ്രജേശാദികൾ തത്തമോത്ഭൂതനായി ഭൂത പതിതാനൂത്തമ പുരുഷ രാമാദയനിതേ. മായയാ ചന്നനായി ലീലാ മനുഷ്യനായി മായാഗുണങ്ങളെ കൈക്കൊണ്ട നാരദം നിർഗുണനായി സദാ ചിത്ഖനനായൊരു നിഷ്കളനായി നിരാകാരനായി ഇങ്ങനെ മോക്ഷതനാം നിന്തിരുവടി തന്നെയും മൂർഖനാം ഞാൻ എങ്ങനെ അറിഞ്ഞിടുന്നു. മൂർഖജനങ്ങൾക്ക് സന്മാർഗ പ്രാപകമോക്കിൽ പ്രഭൂനാം ഇതം ദണ്ഡമായതും ദുഷ്ടപശൂനാം യഥാലകുടം തഥാ ദുഷ്ടാനുശാസനം ധർമ്മം ഭവാദൃശം. ശ്രീരാമദേവം പരം ഭക്തവത്സലം കാരണപൂരുഷം കാരുണ്യസാഗരം നാരായണം ശരണ്യം പുരുഷോത്തമം ശ്രീരാമമീശം ശരണം ഗതോസ്മി ഞാൻ. രാമചന്ദ്രാഭയം ദേഹി മേ സന്തതം രാമലങ്കാ മാർഗമാശു ദദാമി തേ. ഇത്തം വണങ്ങി സ്തുതിച്ച വരുണനോടുത്തമ പുരുഷൻ താനും അരുൾ ചെയ്തു ബാണം അതീയമോഘമതിന്നിക വേണമൊരു ലക്ഷ്യമെന്തതിനുള്ളതും വാട്ടമില്ലാതൊരു ലക്ഷ്യമാതിന്നു നീ കാട്ടിത്തരേണ എനിക്ക് പരാനിതേ. അർണവനാഥനും ചൊല്ലിനാനേരം അന്യൂന കാരുണ്യ സിന്ധോ ജഗൽപദേ ഉത്തരസ്യാം ദിശി മത്തീരഭൂതലേ ചിത്രദ്യുമാകുലദേശം സുഭിക്ഷതം തത്ര പാപാത്മാക്കളുണ്ട് നിശാചരത്രയും ഭാരം ഉപദ്രവിച്ചിടുവോർ. നേകാലവിടേക്കയക്ക ബാണം തവ ലോകോപകാരകമാമതു നിർണയം. രാമനും ബാണമയച്ചാനതു നേരം ആമയം തേടിയിടുമാഭീരമണ്ഡലം. എല്ലാം മുടുക്കി വേഗേന ബാണം പോന്ന് മെല്ലവേ തുണീരവും ബുക്കിതാതരാൽ ആഭീരമണ്ഡലമൊക്കെ നശിക്കയാൽ ശോഭനമായി വന്നു തൽപ്രദേശം തഥാ തൽക്കൂലദേശവും അന്നു തൊട്ടത്രയും മുഖ്യ ജനപദമായി വന്നിതെപ്പോഴും. സാദരം ചൊല്ലിനാൻ സാദരമന്നേരമാകുലമെന്നിയേ മജ്ജലേ സത്വരം സേതു ബന്ധിക്ക നളനാം കവിവരനേതും അവനൊരു ദണ്ഡമുണ്ടായി വരാ. വിശ്വകർമാവിൻ മകനവനാകയാൽ വിശ്വശില്പക്രിയാ തൽപരനെത്രയും വിശ്വദുരിതാപഹാരിണിയായി തവ വിശ്വമെല്ലാം നിറഞ്ഞിടുന്ന കീർത്തിയും വർദ്ധിക്കുമെന്നു പറഞ്ഞു തൊഴുതുഴൻ അബ്ദിയും മെല്ലെ മറഞ്ഞരുളിടിനാൻ. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ.
അർത്ഥമാണ് പറയുന്നത്. ശ്രീരാമൻ ക്രോധം കൊണ്ട് കണ്ണുകൾ കലങ്ങിയവനായി ലക്ഷ്മണനോട് പറഞ്ഞു, ലക്ഷ്മണ, കണ്ടാലും സമുദ്രം എത്ര ദുഷ്ടനാണ്. ഇവിടെ വന്നു ചേർന്ന എന്നെ ഇവൻ വന്ന് കാണുകയോ അഭിനന്ദിക്കുകയോ ചെയ്തില്ല. ഈ മനുഷ്യൻ വാനരന്മാരോടുകൂടി വന്നിട്ട് എന്നെ എന്തു ചെയ്യാൻ എന്നാണ് ഇവന്റെ തോന്നൽ. ഹേ വീരനായ ലക്ഷ്മണ, ഇപ്പോൾ തന്നെ കണ്ടുകൊള്ളുക, ഈ സമുദ്രം മുഴുവൻ ഞാൻ വറ്റിച്ചു കളയും. വാനരന്മാരെല്ലാം യാതൊരു വിഷമവുമില്ലാതെ ലങ്കയിലേക്ക് കാൽനടയായി തന്നെ പോകും. ഇങ്ങനെ പറഞ്ഞിട്ട് ക്രോധം കൊണ്ട് ചുവന്ന കണ്ണുകളോടുകൂടിയ ശ്രീരാമൻ വില്ലു കുലച്ച് ആവനാഴിയിൽ നിന്ന് കാലാഗ്നി തുല്യമായി പ്രകാശിക്കുന്ന ബാണം എടുത്ത് ഞാണിന്മേൽ തൊടുത്ത് ഇപ്രകാരം അരുളി ചെയ്തു, ഈ രാമന്റെ ശരവിക്രമം എന്തെന്ന് എല്ലാ ജീവജാലങ്ങളും കണ്ടറിയട്ടെ. സരിത്പത്നിയായ സമുദ്രത്തെ ഞാൻ ഇപ്പോൾ തന്നെ ചുട്ടു ചാമ്പലാക്കുന്നുണ്ട്. ശ്രീരാമൻ ഇപ്രകാരം അരുളി ചെയ്യവേ ഭൂമി ശൈലങ്ങളോടും ജലാശയങ്ങളോടും കാനനങ്ങളോടും കൂടി വിറയ്ക്കുകയും ആകാശവും ദിക്കുകളും ഇരുട്ടുകൊണ്ട് മൂടപ്പെടുകയും ചെയ്തു. സമുദ്രം വല്ലാതെ ശോഭിച്ചു. ഭയം കൊണ്ട് തിരമാലകൾ ഒരു യോജനയോളം ദൂരേക്ക് കവിഞ്ഞൊഴുകി. തിമികൾ, നക്രങ്ങൾ, മത്സ്യങ്ങൾ എന്നിവ ഭയപ്പെട്ട് വിറച്ചു. ആ അവസരത്തിൽ ദിവ്യരൂപം ധരിച്ച സാക്ഷാൽ സമുദ്രം വരുണൻ ദിവ്യമായ ആഭരണങ്ങൾ അണിഞ്ഞുകൊണ്ടും ദിക്കുകളെല്ലാം സ്വന്തം പ്രഭയാൽ പ്രകാശിപ്പിച്ചുകൊണ്ടും തന്റെ അന്തർഭാഗത്തുള്ള ദിവ്യരത്നങ്ങൾ കയ്യിലെടുത്ത് ശ്രീരാമന്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ദണ്ഡ നമസ്കാരം ചെയ്ത് രക്താന്ത നേത്രനായ രാമനെ സ്തുതിച്ചു. ഹേ ജഗന്നാഥ, ത്രൈലോക്യ രക്ഷക, എന്നെ രക്ഷിച്ചാലും. ഈ ജഗത്ത് മുഴുവനും സൃഷ്ടിക്കുന്ന അവസരത്തിൽ ഭവാൻ എന്നെ ജഡസ്വരൂപിയായിട്ടാണല്ലോ സൃഷ്ടിച്ചത്. ദേവനിർമ്മിതമായ ആ സ്വഭാവം വേറൊന്നാക്കുവാൻ ആരാണ് ശക്തിയുള്ളത്? സ്ഥൂലങ്ങളായ പഞ്ചഭൂതങ്ങളും ജഡസ്വഭാവമുള്ളവയായിട്ടാണ് ഭവാനിൽ സൃഷ്ടിക്കപ്പെട്ടത്. അങ്ങയുടെ ആജ്ഞയെ ആരാണ് ലംഘിക്കുക? ഭൂതങ്ങൾ താമസ സ്വഭാവമുള്ള അഹങ്കാരത്തിൽ നിന്നുണ്ടായിട്ടുള്ളവയാണല്ലോ. ആ കാരണത്താൽ അവയ്ക്ക് താമസരൂപമായ ജഡത്വം സ്വതസിദ്ധമാണ്. ഭവാൻ ഗുണരഹിതനും നിരാകാരനുമാണ്. അങ്ങ് എപ്പോൾ ലീലയായി മായാഗുണങ്ങളെ അംഗീകരിക്കുന്നുവോ അപ്പോൾ അങ്ങ് വൈരാജനാമത്തെ, അതായത് വിരാട് പുരുഷൻ, കൈക്കൊള്ളുന്നു. ഗുണാത്മാവായ വിരാട്ടിന്റെ സാത്വിക അംശത്തിൽ നിന്ന് ദേവന്മാർ ഉത്ഭവിച്ചു. രജോ ഗുണാംശത്തിൽ നിന്ന് പ്രജാപതികളും താമസാംശമായ മഞ്ഞുവിൽ നിന്ന് രുദ്രനും ഉത്ഭവിച്ചു. മായയാൽ മറയ്ക്കപ്പെട്ട് ലീലാമാനുഷാകൃതി പൂണ്ട നിർഗുണനായ അങ്ങയെ ജഡബുദ്ധിയുള്ളവനും ജഡസ്വരൂപനും മൂർഖനുമായ ഞാൻ എങ്ങനെ അറിയുന്നു? ഹേ പ്രഭു, പശുക്കൾക്ക് വടി എന്ന പോലെ മൂർഖന്മാരെ സന്മാർഗത്തിലേക്ക് നയിക്കുവാൻ ദണ്ഡം തന്നെയാണ് വേണ്ടത്. ഹേ ഭക്തവത്സലനായ ശരണ്യനായ ഈശ്വര, ഞാൻ അങ്ങയെ ശരണം പ്രാപിക്കുന്നു. ഹേ രാമചന്ദ്ര, എനിക്ക് അഭയമരുളിയാൽ ഞാൻ അങ്ങയ്ക്ക് ലങ്കാമാർഗത്തെ തന്നിരിക്കുന്നു. ശ്രീരാമൻ അരുളി ചെയ്തു, ഒരിക്കലും വ്യർത്ഥമാകാത്ത എന്റെ ഈ ബാണം ഏതു പ്രദേശത്താണ് വിടേണ്ടത്? ഈ അമോഘ ബാണത്തിനുള്ള ലക്ഷ്യം എത്രയും വേഗത്തിൽ എനിക്ക് കാട്ടിത്തന്നാലും. ശ്രീരാമന്റെ വാക്കുകൾ കേട്ടിട്ടും കരത്തിൽ മഹാശരത്തെ കണ്ടിട്ടും മഹാതേജസ്വിയായ വരുണൻ രാഘവനോട് പറഞ്ഞു, ഹേ രാമചന്ദ്ര, ഉത്തരഭാഗത്തായി ദ്രുമകുല്യ എന്ന പ്രസിദ്ധമായ ഒരു സ്ഥലമുണ്ട്. അവിടെയുള്ള ഒട്ടനവധി പാപികൾ രാപ്പകൽ എന്നെ പീഡിപ്പിക്കുന്നു. അങ്ങയുടെ ബാണത്തെ അവിടേക്ക് വിട്ടാലും? അതനുസരിച്ച് ശ്രീരാമൻ വിട്ട ബാണം ആ ഭീരമണ്ഡലത്തെ നശിപ്പിച്ച് അദ്ദേഹത്തിന്റെ ആവനാഴിയിൽ തന്നെ വന്നു വീണു. അനന്തരം വരുണൻ വിനയാന്വിതനായി ശ്രീരാമനോട് പറഞ്ഞു, വിശ്വകർമാവിന്റെ പുത്രനും ഇക്കാര്യത്തിൽ സമർത്ഥനും വരം ലഭിച്ചവനുമായ നളൻ ഈ ജലത്തിൽ സേതു ബന്ധിക്കട്ടെ. സർവ്വലോകങ്ങളെയും പവിത്രീകരിക്കുന്ന അങ്ങയുടെ കീർത്തി ലോകരെല്ലാം അറിയട്ടെ. ഇപ്രകാരം പറഞ്ഞ് ശ്രീരാഘവനെ നമസ്കരിച്ച് വരുണൻ അന്തർധാനം ചെയ്തു. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ശ്രീരാമചന്ദ്ര പ്രഭുവിന്റെ അനുഗ്രഹം സിദ്ധിക്കുമാറാകട്ടെ പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.